ഗൈസ്, ഇന്ന് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഇന്നോവയാണ്. ഇന്നോവൻ്റെ കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ഒരു ടിക് 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 എന്നുള്ള സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു കറക്റ്റ് നോയ്സ് നോക്കിയിട്ടാണ് ശ്രദ്ധിക്കുക. ഒരു ടിക് 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 എന്നുള്ള സൗണ്ട് കേട്ടിട്ടുണ്ടോ? കേട്ടോ, കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് അതാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്ത് അവിടെ ഇന്നോവൻ്റെ ഡൈനാമോ വെച്ചിട്ടുണ്ട്. ഡൈനാമിൻ്റെ പുള്ളിമെന്നാണ് ആ സൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡൈനാമിൻ്റെ പുള്ളി മാറ്റും. പുള്ളി മാറ്റിയിട്ട് ഞാൻ വണ്ടിമേ സെറ്റ് ചെയ്തിട്ട് ഞാൻ സൗണ്ട് കേൾപ്പിച്ചല്ലോ. ഓക്കെ, നമ്മളങ്ങനെ അതിൻ്റെ പുള്ളി മാറ്റിയിരിക്കണം. പഴയ പുള്ളിയാണിത്. നമ്മളെന്തായാലും പുള്ളി മാറ്റിയിട്ട് ഇത് വണ്ടിമേ സെറ്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വണ്ടിമേ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടിൻ്റെ പണി കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിക്കണ്. എനിക്ക് ഡൈനാമിൻ്റെ പണിയെടുക്കുന്ന ടൈമിൽ ഓർമ്മ വന്നെന്തല്ലോ, ഇതിൻ്റെ മുന്നേ ഒരു ഷിഫ്റ്റ് ഇവിടെ വന്നിനി. ഷിഫ്റ്റ് കസ്റ്റമർ കംപ്ലൈൻറ്റ് ഇതേമാതിരി ഡൈനാമിന്ന് സൗണ്ട് നേരി. അങ്ങനെ മൂപ്പരാൾ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, മൂപ്പരാൾ തന്നെ കൊണ്ടുപോയാണ്ട് ഇത് ഡൈനാമിൻ്റെ പുള്ളി, ഡൈനാമിൻ്റെ ഉള്ളിലെ ബെയറിംഗ് ഒക്കെ അവിടെ മാറ്റി. എന്നിട്ട് സൗണ്ട് പോയില്ല. അങ്ങനെ ലാസ്റ്റ് കസ്റ്റമർ ഇവിടെ തന്നെ എത്തി കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിൻ്റെ ടെൻഷനറിൻ്റെ പുള്ളി ഉണ്ടല്ലോ, ടെൻഷനറിൻ്റെ പുള്ളിമെന്നാണ് സൗണ്ട്. അങ്ങനെ ടെൻഷനറിൻ്റെ പുള്ളി മാറ്റിയപ്പോൾ കസ്റ്റമർ. പക്ഷേ ഞാൻ പറഞ്ഞു തന്നെ എന്താ അറിയോ, ഒറ്റയടിക്ക് നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത്. നോക്കുക എന്താണ്, എവിടുന്നാണ്, എങ്ങനെയാന്നുള്ളത്. കാരണം മൂപ്പര് അറിവിലെടുത്തതാണ്. പക്ഷെ നമ്മൾ അറിയാത്തൊരു പരിപാടി നമ്മളങ്ങനെ ഒറ്റയടിക്ക് കേൾക്കരുത്. നമ്മൾ കുറേ ആൾക്കാരോട് ചോദിക്കാം, നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ചോദിക്കാം. ഞാൻ ഇന്നോട് ചോദിക്കണം എന്നല്ല കേട്ടോ പറഞ്ഞു. പുറത്തൊരു വർക്ക്ഷോപ്പേരന് ചോദിച്ചാലും ഓൻ പറയുന്നു കറക്റ്റ് എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇപ്പം അങ്ങോട്ട് പോയതല്ല കേട്ടോ, ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ അതേമാതിരി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് അറിയിക്കുക. നമുക്ക് അറിയണതാണെങ്കിൽ നമ്മൾ പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയും. അപ്പോൾ എന്തായാലും ഇതേമാതിരി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.